അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നബിദിനത്തിൻ്റെ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിദിനത്തിൻ്റെ അന്നത്തെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. കാരണം ആ ഒരു മക്കളെ റാലിയും, അതായത് റാലി എന്ന് പറയുമ്പോൾ ജാതിയും കാര്യങ്ങളും പിന്നെ ദഫുമുട്ടും ഒക്കെ കൂടെ ആയിട്ട് നല്ല ഭംഗിയാണല്ലോ. ഒരുപാട് ചോക്ലേറ്റും മുട്ടായും ബിസ്ക്കറ്റും ആ ഒരു ദിവസം രാവിലെ തന്നെ ഭയങ്കര ഒരു നമുക്കൊരു എന്താ പറയുക നല്ല ഒരു ബഹളവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു 10-11 ആകുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടും. അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഫ്രീ ആണ്. അപ്പം അങ്ങനെയുള്ളൊരു അടിപൊളി ദിവസമാണ്. ഞാൻ എന്താ പറയുക അടിപൊളി ദിവസമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നോക്കുമ്പോൾ ഇന്ന് പെരും മഴ കേട്ടോ. ഇന്ന് നല്ല മഴയാണ്. രാവിലെ തന്നെ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ഒരു 5:45-6 മണിയൊക്കെ ആയപ്പോൾ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് എപ്പോഴൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു മക്കളെ റാലി ജാതിയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. എന്നാലും ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വിളിച്ചുണർത്തിയിട്ട് ഓളെ ഞാൻ എന്തായാലും മദ്രസക്ക് പറഞ്ഞേക്കാം. അപ്പം എന്തായാലും മദ്രസയിൽ പരിപാടി മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോട്ടെ അവള് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒക്കെ ആണെങ്കിൽ ഇതുമുന്നേ ഈ ജാതിയിൽ പോകാറുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് 1ാം ക്ലാസ് മുതൽ ഒരു 2-3 ക്ലാസ് വരെ വലിയ കുഴപ്പമുണ്ടാവില്ല. പെൺകുട്ടികൾക്കൊക്കെ പോവാം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ പോകുമ്പം ജാതിയിൽ പോകാൻ അറിയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒക്കെ ഭയങ്കര വിഷമാട്ടോ ജാതിക്ക് പോകാൻ സമ്മതിക്കാഞ്ഞിട്ട്. പിന്നെ ഓളപ്പച്ചി വണ്ടിമേൽ ഇരുത്തിയാണ്ട് ഈ ജാതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോവും. ഇപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ബാക്കിലൊക്കെ ആയിട്ട് പെൺകുട്ടിയൊക്കെ പറഞ്ഞൊക്കെ ഇട്ടിട്ട് അതിൽ കൂടാട്ടോ. കാരണം ബോയ്സിനൊക്കെ ആൺകുട്ടികൾക്കൊക്കെ കുറേ മുട്ടായും ഫ്രൂട്ടി സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് കിട്ടുമ്പോൾ ഇവൽക്കത് കിട്ടാത്തതിൻ്റെ ഒരു കരച്ചിലൊക്കെയാണ് ശരിക്കും. എന്നാലും ഓളപ്പച്ചി ഓളെ കൊണ്ടുപോകും. ബൈക്കുമ്പോഴൊക്കെ ചുറ്റിക്കറക്കി കൊണ്ടുപോകും. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് മക്കളെ ദഫുമുട്ടും സംഭവങ്ങൾ മദ്രസയിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടുള്ള ദഫുമുട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് നീച്ചത്. പക്ഷെ എല്ലാം വെള്ളത്തിലേക്ക് നമ്മുടെ മഴ കാരണം അതൊന്നും ഇല്ല കേട്ടോ. ഇന്നാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ എന്താ വെച്ചാൽ അരീക്കോട് തന്നെയാണ് ഞാൻ വളർന്നതും. ഇപ്പോൾ വളർന്നു കഴിഞ്ഞ് ഇങ്ങനെ കല്യാണം കഴിച്ച് വീണ്ടും ഇങ്ങോട്ട് എത്തിയതൊക്കെ അരീക്കോട് ആയതുകൊണ്ട് എനിക്കിതുവരെ നബിദിനത്തിൻ്റെ ആ ഒരു റാലി കാര്യങ്ങളോ മിസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഒരു 2-3 കൊല്ലമൊക്കെ മാക്സിമം ഞാൻ മഞ്ചേരി നിന്നിട്ടുള്ളൂ. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ മഞ്ചേരിക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വന്നതുകൊണ്ട് ഈ ഒരു സംഭവങ്ങൾ മദ്രസയിൽ നിന്നുള്ള ജാഥ കാര്യങ്ങളൊന്നും എനിക്ക് അധികം പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഒരു എന്തോ പോലെ രാവിലെ ആ ഒരു ജാതിയൊന്നും ഇല്ലാഞ്ഞിട്ട് എല്ലാവരും ഇപ്പം വീട്ടമ്മമാരൊക്കെ ഞങ്ങളെ ഇവിടെ അയലക്കത്തുള്ളവരൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു മക്കളെ ഇത് കാണാനായിട്ട്. പക്ഷെ അതിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജീപ്പിൽ ഈ മൗലൂദൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഏതായാലും ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ വീഡിയോ അങ്ങോട്ട് മുഴുവനാക്കാമെന്ന് വിചാരിച്ചു. അധികം എനിക്കത് രാവിലത്തെ അതുമില്ല, പിന്നെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ചടപ്പ് പൊതി വെച്ചിട്ടൊക്കെ വീഡിയോ നിർത്തിയിട്ടാ. എന്നാലും ഡിലീറ്റ് ആക്കാൻ തോന്നിയില്ല. ഉള്ളതൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ഇതുമ്മോ എണീറ്റ് പർദ്ദയൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറി കൊടയൊക്കെ ചൂടി പോവാണ് കേട്ടോ. ഓള് മദ്രസക്കാണ് പോണത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ജാതി സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഓളെ മുഖം കണ്ടോ വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ മദ്രസയിൽ ചെറുതായിട്ട് പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ പന്തലൊക്കെ കെട്ടി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടുന്ന് കൂടിയിട്ട് പിന്നെ മക്കൾക്കൊക്കെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ മധുരമൊക്കെ കൊടുക്കുമായിരിക്കും. അപ്പോൾ എന്നാലും ഓളെ ഞാൻ എണീപ്പിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. പോകുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളപ്പുറത്തുള്ള കുട്ടികളൊക്കെയാണ് ആ മുന്നിൽ പോണത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഓളും കുടയൊക്കെ ചൂടി പോയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐറൂസ് ഉണ്ടെങ്കിൽ ഓനെയും കൊണ്ട് പോകണം നമുക്ക് ജാഥക്ക്. ഓനെ വണ്ടിമേൽ ഇരുത്തിയിട്ട് പോകണം. ഓന് നല്ല രസീക്കാരം, ഓന് ഭയങ്കര ഇഷ്ടീക്കാരം, മുട്ടായൊക്കെ വാങ്ങി കൊടുക്കാൻ ഓനെ കൊണ്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അതാ ഇങ്ങനെ ആയി കേട്ടോ. പിന്നെ കണ്ടോ ഞാൻ കാണിച്ചു തരാം. ഒരു ജീപ്പിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ദിക്കറൊക്കെ ചൊല്ലിയിട്ട് പോയി മൗലൂദൊക്കെ ചൊല്ലിയിട്ട് ഉറക്കെ സലാത്തൊക്കെ ചൊല്ലിയിട്ട് ഇതാ ജീപ്പ് ഇങ്ങനെ കണ്ടോ ജീപ്പ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഉണ്ടായിരുന്നു. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അയലക്കത്തുനിന്ന് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ജാഥ തന്നെയാണോ നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ അവിടെ നിർത്തി വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പം അപ്പാപ്പ വന്നു കേട്ടോ. അപ്പാപ്പ ഇവിടുന്ന് നമ്മുടെ പള്ളിക്കന്ന് തന്നെയാണ് ചോറൊക്കെ വാങ്ങാറുള്ളത്. മൂപ്പര് ഇവിടുന്നാണ് അതിൻ്റെ നബിദിനത്തിൻ്റെ കാർഡ് വാങ്ങുമല്ലോ, കാർഡ് എടുക്കുമല്ലോ, അതൊക്കെ എടുക്കാറുള്ളത്.
ഉണ്ടാക്കുന്നത് കേട്ടോ മൂപ്പര്. നമ്മളിവിടെ അരീക്കോട് തേത്തങ്ങാടി ഞങ്ങളുടെ സ്ഥലത്തിന് പറയല് തേത്തങ്ങാടി എന്നാണ് കേട്ടോ. അപ്പോൾ തേത്തങ്ങാടി എൻ്റെ മഹലിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ മൂപ്പര് പത്തനാപുരത്തേക്ക് മാറിയിട്ടുണ്ട്. എന്നാലും ഇവിടുത്തെ ആണ്ടിൻ്റെ ഇറച്ചിയും ഇവിടുത്തെ നബിദിനത്തിൻ്റെ ചോറും ഇറച്ചിയൊക്കെ കിട്ടണം കേട്ടോ മൂപ്പർക്ക്. വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ വരലിങ്ങോട്ടാണല്ലോ, നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ മൂപ്പര് ഇവിടുന്ന് കാർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്തിൻ്റെ നബിദിനത്തിൻ്റെ ചോറിനുള്ള കേട്ടോ. അപ്പം മക്കളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം ഓടി കിച്ചണിൽ പോയിട്ട് മൂപ്പർക്ക് ചായ ഉണ്ടാക്കുകയാണ്. ഞാൻ കുറച്ചേരം വർത്താനം പറഞ്ഞ് ഇന്നപ്പോൾ തന്നെ മൂപ്പർക്ക് പറ്റിയില്ല കേട്ടോ. ഒരു ചായ കൊണ്ട് മോളെ, ഞാൻ ചായ കുടിക്കാനാണ് കാര്യമായിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ കിട്ടണം കേട്ടോ മൂപ്പർക്ക്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ ഒരു കടുപ്പും സംഭവമൊക്കെ കിട്ടണം മൂപ്പർക്ക്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ച് സെറ്റാക്കി ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് കേട്ടോ, ഇതും വരുന്നുണ്ടോ. കാരണം വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട് ഞാൻ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് മൂപ്പർക്കും എൻ്റെ ഹസ്ബൻഡിന് രണ്ടാൾക്കും കൂടി 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇത്രയും നേരമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും ഓരോ ഗ്ലാസ് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പാറുന്ന സമയത്താണ് ഇതുമ്മ വരുന്നത്. പിന്നെ അതൊന്നും കൊണ്ടെടുക്കാൻ നിന്നില്ല, ഞാൻ ഓടി ഇതുമ്മൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ ഈ ഒരു കവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് തിരുപ്പതിയായിട്ടൊന്നും ഇല്ല കേട്ടോ, കാരണം ഇത്ര നല്ലല്ലോ കിട്ടുക. 2 കവറൊക്കെ കൊണ്ടുപോകും, 2 കവർ നിറച്ച് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നല്ല കുറവാണ്, കാരണം നമ്മൾ ജാഥയൊന്നും പോയിട്ടില്ലല്ലോ. ഒക്കെ ആ ഒരു മദ്രസിൽ നിന്ന് കിട്ടുന്നതും മദ്രസിൽ കൊടുത്തതെന്നുള്ള ഓരോ പങ്കൊക്കെ ആയിട്ട് ഉള്ള സംഭവങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ കുറവാണ്, നല്ല രീതിയിൽ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഓളം മുഖം കേട്ട് തെളിയാത്തത്. ഇതിൽ തന്നെ എല്ലാ ബിസ്ക്കറ്റ് ഉണ്ടാവും, ചോക്ലേറ്റ് ഉണ്ടാവും, ലഡു അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് തുറന്ന് നോക്കണതിന് മുന്നേ ഞാൻ മൂപ്പർക്ക് വേഗം ചായ കൊടുക്കട്ടെ എന്ന് വിചാരിച്ച്, കാരണം ചൂടാറണത് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായ കൊണ്ടുകൊടുത്തു. ഇത് പിന്നെ ഹസ്ബൻഡിനുള്ളത്, അപ്പോൾ മൂപ്പർക്ക് കൊണ്ടു കൊടുക്കുന്നേ. അപ്പോൾ പള്ളിക്കത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത്, മൗലൂദിൻ്റെ ഓരോ സംഭവങ്ങൾ. പിന്നെ ഇന്നലെ രാത്രിക്കത്തെ ഓരോ കുട്ടികളെ പരിപാടിയൊക്കെ വീഡിയോ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നേ. പിന്നെ ഇത് ഓപ്പൺ ആക്കാനായിട്ട് ഒക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ വേഗം വന്ന് അതൊന്ന് തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഇതെങ്ങാനും ഐറൂസ് ഉണ്ടെങ്കിൽ കാരണം ഭയങ്കര രസം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഐറൂസ് ഉണ്ടെങ്കിൽ എന്ന് തോന്നിയൊരു സമയത്ത്, കാരണം അവൻ്റെ മുഖം, അവൻ്റെ ചെറിയും അവൻ്റെ സന്തോഷമൊക്കെ ഒന്ന് കാണാമല്ലോ നമുക്ക്. പക്ഷേ ഇവിടെ എല്ലാം ഇന്നലെ രാത്രിയാണ് പോയത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി പിന്നെ മോളൂൻ്റെ ഹസ്ബൻഡ് ഒന്ന് കൊണ്ടുപോയിട്ടോ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും മുട്ടായികളും ചോക്ലേറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൊരു പിന്നെ എന്താ പറയുക സാൻഡ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇതും അതേപോലെ എനിക്കത് വേണം കേട്ടോ. ഞാൻ അതിൽ തന്നെ എനിക്ക് എടുത്തേക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അതായത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ ഞാൻ പപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ അധികം മധുരമുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കട്ട്ലറ്റ് അല്ലെങ്കിൽ പിന്നെ പപ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ അപ്പാപ്പാക്ക് സ്പഞ്ച് പോലത്തെ ഐറ്റംസ് കൊണ്ടുപോയി കൊടുത്തു. അധികം മധുരമൊന്നും പറ്റില്ല, മൂപ്പർക്ക് കുറച്ച് ഷുഗറൊക്കെ ഉള്ളതാണ്. അപ്പം അധികം മധുരം ഉള്ളതൊന്നും കൊടുക്കാതെ സ്പഞ്ചും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുത്തു. പിന്നെ മക്കൾക്കൊക്കെ ഓരോ മുട്ടായി. അപ്പാപ്പാൻ്റെ പേരക്കുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു വീട്ടിൽ. ഓണപ്പൂട്ടല്ലേ, അപ്പോൾ ഓലൊക്കെ സ്കൂൾ പൂട്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർക്കൊക്കെ ഓരോ മുട്ടായൊക്കെ അപ്പാപ്പാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതും ഈ എന്താ പറയുക സാൻഡ്വിച്ച് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തരുന്നുണ്ട്, എൻ്റെ വായിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് രാവിലെ എനിക്ക് അങ്ങനെ ഫുഡ് പോകില്ല. ഇനിയിപ്പോൾ ഏത് ഫുഡായാലും രാവിലെ അങ്ങോട്ട് ഇറങ്ങൂല കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട ഉച്ചക്കാവട്ടെ, സംഭവം ഇടുന്നത് ഇവിടെ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് ഓരോന്ന് വേർതിരിച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചു. ഓരോ കവറിലുള്ളതിലും എല്ലാ കവറിലും ഉണ്ട് കേട്ടോ ലഡു ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ലഡുവൊക്കെ ഒരു പാത്രത്തിലിട്ട് വെക്കാം, ബിസ്ക്കറ്റൊക്കെ വേറൊരു കവറിലാക്കിയിട്ടും ചോക്ലേറ്റുകളൊക്കെ വേറെ കവറിൽ അങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ വെക്കുകയാണ്. എന്നാൽ പിന്നെ എടുത്ത് കഴിക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഈ ഒരു ലഡുകളൊക്കെ ഇങ്ങനെ എല്ലാ കവർന്നും പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്നിക്കാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇനി ബിസ്ക്കറ്റൊക്കെ നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാമല്ലോ. അപ്പോൾ അതാണോ ഇത് കുറേ ഒരുപാട് ചോക്ലേറ്റുകളും ഉണ്ട്, സംഭവങ്ങളുണ്ട്. പക്ഷേ ഒന്നും അല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വീതന നിറച്ചു സാധനങ്ങളായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ. പിന്നെ എരിവുള്ള ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു. ഇപ്പം ഇന്നലെ കോണസദ്യയും പായസമൊക്കെ കുടിച്ചതുകൊണ്ട് എനിക്കങ്ങനെ മധുരം കണ്ടിട്ട് അങ്ങനെ വലിയ തിന്നാനേ പൂതി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ പായസമൊക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞിപ്പാത്രം, ഇത് ഉമ്മാൻ്റെ പാത്രം കേട്ടോ, ഉമ്മാൻ്റെ പാത്രത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മഞ്ചേരി പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഈ നബിദിനും പരിപാടിയും ഓണപ്പരിപാടിയും ഒക്കെ കൂടായിട്ട് എനിക്ക് വീട്ടിലൊന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇനി പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അതിന് ഈ ഒരു പാത്രത്തിലിട്ട് ഞാൻ കഴുകിയിട്ട് നല്ല തുടച്ച് മഞ്ചേരിക്ക് പോകുമ്പോൾ കൊണ്ടുപോയിച്ചിട്ട് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് വെച്ചു ലഡുവൊക്കെ. അത് കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഇതാവും പിന്നെ ചോറും
വാങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ഗ്രൂപ്പിലൊക്കെ മദ്രസത്തെ ഗ്രൂപ്പിലും ഈ പള്ളിൻ്റെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ അത് എന്താ പറയുക ചോറ് കൊടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങാം കേട്ടോ. പപ്പയും പിന്നെ ആദ്യം പോയി, പിന്നാലെ എന്നതാ എൻ്റെ ഹസ്ബൻഡും ഇതുമൂനും കൊണ്ട് പോയിട്ട് ഓള് പിന്നെ ക്യൂ നിന്ന് വാങ്ങിക്കൊള്ളുമല്ലോ എന്ന് കരുതി. അപ്പോൾ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ എടുത്ത കുറച്ച് വീഡിയോസ് എന്ന് എനിക്ക് ഇതുമൂ അയച്ചെന്നതാട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് ഇതിലിട്ടതാണ്. സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു വീഡിയോസ് ഒന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം ഇതുമ്മു പോയപ്പം ഇപ്പോൾ വീഡിയോ എടുത്തത് എനിക്ക് സെൻഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത് അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. മൂപ്പർക്ക് ഒരു പാത്രം ഒരു കവർ കിട്ടിയിട്ടുണ്ട്. അടുത്തത് അപ്പാപ്പാക്കുള്ളതും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് വാങ്ങുന്നത് കേട്ടോ. കാർഡ് കൊടുത്തിട്ട് രണ്ടാൾക്കുള്ളതും വാങ്ങി. ഞാൻ അപ്പാപ്പാക്ക് അവിടെ അങ്ങനെ കയറി വാങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തിട്ടേ വഴുക്കി ഇതാവുന്നുണ്ട്. അപ്പം അപ്പാപ്പാനോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് ഒക്കെ വാങ്ങി മൂപ്പര് കൊടുത്തു. മൂപ്പര് പോയി കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോയിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നമ്മളെ പള്ളീൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. രാത്രിയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് മഴയത്ത് അങ്ങനെ ബിരിയാണി അങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്തങ്ങനെ നിൽക്കാതെ മഴയും പെയ്യുന്നുണ്ട്. ആ മഴയത്ത് കഷ്ടപ്പെട്ട് ഇത്രയും അതാണല്ലോ നമുക്ക് ഈ രാവിലെ തന്നെ കിട്ടുന്നത്. ബിരിയാണി ചെമ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഇപ്പോൾ കണ്ടില്ല ഒരു ആളാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ. ബാക്കിയൊക്കെ എല്ലാവരും ഹെൽപ്പാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എന്താ പറയുക മക്കളെ മദ്രസൊക്കെയാണ് ഇതുമ്പോൾ പഠിക്കുന്ന മദ്രസൊക്കെയാണ് അപ്പുറത്തൊക്കെ കാണുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. നല്ല ഒരു കാണുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ. ഇതൊക്കെ ഞാൻ മദ്രസ പഠിക്കുന്ന കാലത്തൊക്കെ ഞാനൊക്കെ അവിടെ പോയി നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ. കാണാനായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതും ഒക്കെ രാത്രിയൊക്കെ പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ വീണ്ടും അതൊക്കെ ഒന്ന് ഓർത്ത് അങ്ങനത്തെ ചോറും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇതും എൻ്റെ ഹസ്ബൻഡൊക്കെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു ഇന്ന്. സാധാരണ നെയ്ച്ചോറും ബീഫൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഇന്ന് ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നെയ്ച്ചോറോ വേണ്ടത് ബിരിയാണിയോ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും അഭിപ്രായം അനുസരിച്ച് ഇപ്രാവശ്യം ബീഫ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഇതാ കൊണ്ടുവന്ന് ഞാനൊക്കെ ഒന്ന് ഇതാക്കുകയാണ് സെറ്റാക്കുകയാണ്. 2 പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിക്ക് തന്നെ ആക്കുകയാണ് കേട്ടോ. കാരണം നീ ചൂടാറാണെങ്കിലും പെട്ടെന്ന് ചൂടാക്കാനൊക്കെ നല്ലതാണ്. ഈ പാത്രം ആകുമ്പോൾ നമുക്ക് ചൂടാക്കി കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലെ മുതലേ ഞങ്ങളാരും ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല മൂപ്പരും ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇതൊരു 10-11 ആകുമ്പോഴേക്കും കിട്ടുമെന്ന് അറിയാം. പിന്നെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി അത് അവിടെ കിടക്കുമല്ലോ, അതൊന്നുമില്ല. അപ്പം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഫ്രിഡ്ജിൽ ഇന്നലെ ചുട്ട് പുട്ട് ഉണ്ട് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല നമ്മൾ ഓണപരിപാടിക്ക് പോയതുകൊണ്ട് രാവിലെ ചുട്ട് പുട്ടിൽ കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ട ചൂടാക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട നമുക്ക് നല്ല ബിരിയാണി ഇങ്ങോട്ട് കഴിക്കാമെന്നു. അപ്പോൾ ഞാൻ വരട്ടി വെച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ. ഈ ഒരു മസാല ഉണ്ടല്ലോ, അതായത് നമ്മളെ ബീഫിൻ്റെ ഈ പള്ളിക്കന്ന് ഉണ്ടാക്കുന്ന ബീഫ് ആ ഒരു ടേസ്റ്റ് ഇതിന് ഇല്ല കേട്ടോ. കാരണം നമ്മൾ അന്നത്തെ ആണ്ടിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കാരണം അത്രയും ഒരുപാട് ബീഫ് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മസാലേൻ്റെ ടേസ്റ്റ് നമ്മൾ എത്ര വെച്ചാലും കിട്ടൂല കേട്ടോ. അപ്പം ആ ഒരു ടേസ്റ്റ് ഇതിനുണ്ടായിരുന്നില്ല. നമ്മളത് സാധാരണ നമ്മൾ നോർമൽ ബിരിയാണി ആണല്ലോ, നമുക്ക് ആ ഒരു എന്താ പറയുക സംഭവം എന്ന് പറയുന്നത് നോമ്പിനൊക്കെ ആണ്ടിന് ഉണ്ടാക്കില്ല, അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നാലും നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വേഗം എല്ലാവർക്കും ചോറ് വിളമ്പി. കാരണം എല്ലാവരും വിശന്ന് വളഞ്ഞിരിക്കുകയാണ്, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും പ്ലേറ്റൊക്കെ എടുത്തിട്ട് വിളമ്പാണ്. നല്ല ബിരിയാണി. പിന്നെ തൈര് ഉണ്ടാവും വിചാരിച്ചാൽ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ തൈരില്ല കേട്ടോ. ഞാൻ എപ്പോഴും കൊണ്ടുപോയി വെക്കുന്ന സാധനമാണ് തൈര്. കാരണം എൻ്റെ ഹസ്ബൻഡിന് എല്ലാത്തിനും തൈര് നിർബന്ധമാണ്. പിന്നെ കഴിക്കുന്നത് നല്ലതാണല്ലോ, നമ്മളൊരു ദിവസം ഒരു നേരെങ്കിലും തൈര് കഴിക്കണം എന്നാണല്ലോ പറയുക. അപ്പോൾ ഞാൻ ഇതുമൂന്നും കൊടുത്തു, ഇതാ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. ഇത് എനിക്കുള്ളത് കുറച്ച് എടുത്തതാണ് കേട്ടോ. റൈസൊക്കെ ഞാൻ ഇപ്പോൾ കുറക്കലാണ്. നമുക്ക് കമൻറ്റൊക്കെ വരാറുണ്ട് എന്താ ഇത്ത ഡയറ്റ് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓണം നബിദിനം സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തൽക്കാലം ഇങ്ങോട്ട് എന്താ പറയുക ജസ്റ്റ് 2 ദിവസം അടക്കട്ടെ എന്ന് വിചാരിച്ച്. ബാക്കിയൊക്കെ ഞാൻ നോർമലായിട്ട് നമ്മളാ ഡയറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. അങ്ങനെ ഹെവി ആയിട്ട് അങ്ങനെ കൂടുതലൊന്നും കഴിക്കാറൊന്നുമില്ല. ആ രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അറിയാമല്ലോ നല്ല താമസം എടുക്കും. ഞാൻ വെറുതെ വീഡിയോ ഇട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം വീഡിയോ അവിടെ നിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ചോറൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു, വെള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കണ്ടോ, ബീഫൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു. മസാലയൊക്കെ കൂട്ടി കുഴച്ച് നല്ല രീതിയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ 3 ആളും അപ്പം തന്നെ ഒരു 11 മണി 12 മണി ആ സമയത്ത് അങ്ങോട്ട് കഴിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ഉച്ചയ്ക്ക് ഇനി ഒന്നും വേണ്ട, ഇനി ഒരു 4 മണി 5 മണിയാകുമ്പോൾ തന്നാൽ മതി, പിന്നെ ആ നേരെ കഴിച്ചിട്ട് അങ്ങോട്ട് ഇന്നത്തെ ഫുഡടി നിർത്താലോ, 2 നേരം മതി എന്ന് പറഞ്ഞു. നല്ല ഹെവി ആയിട്ടുള്ള ഫുഡല്ലേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ
ഇല്ലാണ്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഉറക്കം വരലും സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി വെച്ച് ഞാൻ ഇതും നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ഓള് ഇതുവരെ എണീറ്റില്ല. ഞാൻ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പം എണീറ്റ് വന്നതാട്ടോ. ഒന്നാമതെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് പണികളും ഇല്ല, ആണ്ട് ഉറങ്ങിപ്പോയി. ഇന്നലെ പിന്നെ ഞാൻ കയറൂസൊക്കെ ഓടിക്കളിക്കാനും വണ്ടി കളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. ഇന്നിപ്പോൾ ഒരു പണിയും പ്രത്യേകിച്ചില്ലല്ലോ. ആ കിടന്നങ്ങനെ അറിയാതെ അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് ഇപ്പോൾ വൈകുന്നേരമാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിനൊക്കെ അത് എന്താ പറയുക ഇതുണ്ട് കേട്ടോ, ജാഥ ഉണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പര് അതിന് പോയിട്ടുണ്ട്. ഇതുമൂന്ന് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുമൂ ഉറങ്ങണത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഉള്ളത് അവിടെ കിടന്നുണ്ടോ ബെഡിൽ നിന്ന് എണീറ്റിട്ട് അവിടെ നിലത്ത് കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എണീറ്റ് വന്ന് ഇനി ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചണിലും പണികളുണ്ട്, ഒരു പാത്രം കഴുകാനും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എണീറ്റ് വന്നത്. പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്ത് തട്ടിക്കൂട്ടി ഇങ്ങോട്ട് ഇട്ടൊരു വീഡിയോ ആണ്, ഇടാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ നബിദിനത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണേ.